എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസത്തിൻ്റെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയാണെന്ന് പറയില്ല. അതുപോലെ ഒരുപാട് സമയം ഇളക്കിയൊന്നും കഷ്ടപ്പെടേണ്ട. വളരെ പെട്ടെന്ന് 10 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. അത് കഴുകി എടുക്കണമെന്ന് പറയാൻ കാരണം എന്തെങ്കിലും അഴുക്കോ അതുപോലെ തന്നെ പുളിയോ ഒക്കെ അതിലുണ്ടെങ്കിൽ പാലൊഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകി എടുക്കണമെന്ന് പറയുന്നത്. അപ്പം ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാം. ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ സേമിയ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു 3/4 കപ്പ് സേമിയാണ് എടുക്കുന്നത്. സേമിയ വറക്കുമ്പോൾ തീ വളരെ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. സേമിയ ഒരുപാട് കൂടണ്ട. ഞാൻ ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് ഇത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുകയാണ്. തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുക. ഒരു 4 കപ്പ് പാല് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ വെള്ളം ഒന്നും ഒഴിക്കാത്ത പാലാണ് ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 4 കപ്പ് പാലും ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. പിന്നെ അതുപോലെ 2 ഏലക്ക കുരു മാത്രം എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ തൊലി ഒരുപാട് വിഷമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തൊലി കളഞ്ഞിട്ട് വേണം എപ്പോഴും ഏലക്ക പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ 1 വിസിലാണ് അടുപ്പിക്കേണ്ടത്. 1 വിസിൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. 1 വിസിലടിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രഷർ ഒന്ന് പോകാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം പ്രഷർ മുഴുവനായിട്ടും പോയിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് സേമിയ ഒരുപാട് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ തിളപ്പിച്ച പാല് ചേർത്താലും മതി. ഇതിലേക്ക് അവസാനം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ കാരമൽ സിറപ്പ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇത് ഓപ്ഷണലാണ്. അതുപോലെ മധുരം നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അവസാനം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും അതുപോലെ കിസ്മിസും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. നല്ല ക്രീമിയും ടേസ്റ്റിയുമായിട്ടുള്ള പായസമാണ്. പാലൊന്നും പിരിഞ്ഞു പോകാതെ അതുപോലെ കട്ട കെട്ടാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ഇളക്കുന്നത്. നന്നായിട്ട് തണുത്ത് കുടിക്കാൻ പാകത്തിന് ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരുപാട് നേരം ഇളക്കിയൊന്നും കഷ്ടപ്പെടാതെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കറിൽ സേമിയ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാവരും വിഷുവിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മൾ കുറച്ച് ദിവസം ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഇടാനായിട്ട്. അപ്പം നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, കമൻറ്റൊക്കെ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്